അജ്രക്ക് എന്ന് പറയുന്നത് ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനെയും നമ്മളങ്ങ് അജ്രക്ക് എന്ന് വിളിക്കുവാണ്. പക്ഷെ എന്താണ് അജ്രക്ക് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അജ്രക്ക് എടുക്കുന്നത്? അജ്രക്ക് കോട്ടൺ കുർത്തീസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു കുർത്തി ഇറക്കിക്കഴിഞ്ഞാൽ ഒരു 3 to 6 monthsോളം ആ കുർത്തി നമ്മുടെ വെബ്സൈറ്റിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രിൻ്റ് നമ്മൾ സാധാരണഗതി റീസ്റ്റോക്ക് ചെയ്യാറില്ല. ഇത് നമ്മളൊരു റീസ്റ്റോക്ക് പ്രൊഡക്റ്റാണ്. അതെന്തുകൊണ്ടാണെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം അത്രയധികം കസ്റ്റമേഴ്സിൻ്റെ അത്രയധികം എൻക്വയറീസ് കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അജ്രക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ അജ്രക്ക് എടുക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അജ്രക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് പ്രിൻറ്റഡ് മെറ്റീരിയലാണ്, ക്ലോത്തിങ് മെറ്റീരിയലാണ്. എന്താണ് ബ്ലോക്ക് പ്രിൻ്റ്? അപ്പോൾ അത് നിങ്ങൾ അറിയണ്ടേ. അപ്പം ഞാനത് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. 3 ടൈപ്പ് ഓഫ് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണുള്ളത്. ഒന്ന് ബ്ലോക്ക് പ്രിൻ്റ്, ഒന്ന് സ്ക്രീൻ പ്രിൻ്റ്, ഒന്ന് ഡിജിറ്റൽ പ്രിൻറ്റിങ്, അതായത് മിഷൻ പ്രിൻ്റ് എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് പ്രിൻ്റ് ഞാൻ പറഞ്ഞത് ബ്ലോക്ക് ഉപയോഗിച്ച് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന പ്രിൻ്റാണ്. ഓരോ ബ്ലോക്ക്, അതായത് ഉടൻ ബ്ലോക്കുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഓരോ ബ്ലോക്ക് അടിച്ചടിച്ചുണ്ടാക്കുകയാണ്. സ്ക്രീൻ എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ വലിയ സ്ക്രീനിനകത്ത് നമ്മുടെ പ്രിൻ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പോവുകയാണ്. അപ്പം ഒരു ബ്ലോക്ക് പ്രിൻറ്റും സ്ക്രീൻ പ്രിൻറ്റും തമ്മിലുള്ള സമയം 100 times വ്യത്യാസമുണ്ട്. അതായത് ബ്ലോക്ക് പ്രിൻറ്റിനേക്കാൾ 100 ഇരട്ടി സ്പീഡിൽ നമുക്ക് സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡിജിറ്റൽ പ്രിൻറ്റിലേക്ക് നമ്മൾ പോകുമ്പം നമ്മൾ സാധാരണ നമ്മുടെ പ്രിൻറ്റിംഗ് ഇല്ലേ, അതാണ് ഡിജിറ്റൽ പ്രിൻ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റും ഡിജിറ്റൽ പ്രിൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ 1000 മടങ്ങ് ഫാസ്റ്ററാണ് ഡിജിറ്റൽ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ടൈമിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബ്ലോക്ക് പ്രിൻറ്റിൽ ഏറ്റവും അധികം സമയമെടുത്ത് ചെയ്യുന്ന, ഭയങ്കരമായ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്ക് പ്രിൻ്റാണ് അജ്രക്ക്. അജ്രക്ക് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സമയം വാഷ് ചെയ്ത് ഒരു പ്രാവശ്യം നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് അടുത്ത പ്രാവശ്യം വീണ്ടും പ്രിൻറ്റ് ചെയ്ത് വാഷ് ചെയ്ത് അങ്ങനെ 10 times എങ്ങാണ്ട് പ്രിൻറ്റ് ചെയ്ത് വാഷ് ചെയ്ത് വരുന്ന ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് പ്രൊസീജിയറാണ് അജ്രക്ക് എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ഡൈയിങ് ഉപയോഗിച്ച് ചെയ്യുന്നതുമാണ്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈം കൺസ്യൂമിങ് തന്നെയാണ് ഇതിനെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. മറ്റൊരു കാര്യം, ഇതാണെങ്കിൽ ഇന്ത്യയിൽ വളരെ കുറച്ച് ഭാഗത്തേ ചെയ്യുന്നുള്ളൂ. ഒന്നെങ്കിൽ അജ്രക് പൂര്, കച്ച്, അങ്ങനെ കുറച്ച് ഏരിയകളിൽ ട്രഡീഷണലായിട്ട് വന്നിരിക്കുന്ന, അതായത് 2000 വർഷത്തെ പഴക്കമുള്ള ഒരു പ്രിൻറ്റിങ് ടെക്നോളജിയാണ്. അപ്പോൾ ഖത്രി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫാമിലിയാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അജ്രക്ക് ഒരു പ്രീമിയം ക്ലോത്തിങ് മെറ്റീരിയൽ ആണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രീമിയം ക്ലോത്തിങ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റ് നിങ്ങൾക്കറിയാലോ പ്രീമിയം മെറ്റീരിയലിൽ മാത്രമേ ചെയ്യുള്ളൂ സാധാരണഗതിയിൽ. അല്ല നമ്മൾ കൊണ്ടുവന്നിട്ട് അതൊരു 40 രൂപ 50 രൂപ മീറ്ററിനുള്ള മെറ്റീരിയൽ ചെയ്യില്ലല്ലോ. അപ്പോൾ അത് സാധാരണയായി ചെയ്യുന്നത് പ്യുവർ കോട്ടണിൽ, അല്ലെങ്കിൽ പ്യുവർ മൊഡാലിൽ, പ്യുവർ ലിനനിൽ, അല്ലെങ്കിൽ പ്യുവർ സിൽക്കിൽ, അങ്ങനെ പോകും. അത് ആ പ്യുവർ ഫോം ഓഫ് മെറ്റീരിയൽ മാത്രമേ അജ്രക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ അജ്രക്ക്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഈ ഒരു പ്രിൻ്റ് അജ്രക്ക് ബ്ലോക്ക് പ്രിൻ്റഡ് ആണ്. ഇതിൻ്റെ പടം ചുമ്മാ ഒരാൾ എടുത്തിട്ട് ഈ പ്രിൻറ്റിനെ ഏതെങ്കിലും ഒരു കുറഞ്ഞ തുണിയിലേക്ക്, അതായത് ഇതിൻ്റെ പടം എടുത്തിട്ട് കുറേ കളേഴ്സ് മിക്സ് ചെയ്ത് ഏതെങ്കിലും ഒരു സെമി സിൽക്കോ, നമുക്ക് എന്തും സെമീനെ വിളിക്കാമല്ലോ, പോളിസ്റ്റർ മിക്സുള്ള എല്ലാ തുണികളെയും നമ്മൾ സെമി സിൽക്ക്, സെമി ലിനന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോർജറ്റെന്നോ സെമി ക്രേപ്പെന്നോ വിളിച്ചിട്ട് നമ്മൾ ആ തുണിയിലേക്ക് കുറേ കളേഴ്സ് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം കളേഴ്സ് തന്നെ മിക്സ് ചെയ്ത്, ഇതുപോലെ എന്തായാലും വരില്ല, മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റിനെ നിങ്ങൾ അജ്രക്ക് എന്ന് വിളിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേതൊരു ആർട്ടിസൻസിൻ്റെ ഭയങ്കരമായ ഒരു കഴിവാണ് പ്യുവർ ഫോം ഓഫ് അജ്രക്ക് ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതിനെ ചുമ്മാ എടുത്ത് ഒരു ഡിജിറ്റൽ പ്രിൻ്റാക്കി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ തുണി നിങ്ങൾ ചിലപ്പോൾ 4 ദിവസം വെള്ളത്തിലിട്ടാലും ഒരു കളറും പോകത്തില്ല. ബിക്കോസ് അതൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള കെമിക്കൽ ഡൈയിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ്. അതേസമയം നിങ്ങൾ പ്യുവർ ഫോം ഓഫ് അജ്രക്കാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. ബിക്കോസ് അത് നാച്ചുറൽ ഡൈയിങ്ങിൽ നിന്ന് വരുന്ന അത്രയ്ക്കും ഒരു കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പം നമ്മൾ രണ്ടിനെയും കൂടെ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വേണമെങ്കിൽ അതെടുക്കാം. പക്ഷെ പ്യുവർ ഫോം ഓഫ് അജ്രക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത്
പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നിങ്ങളത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിരിക്കണം ഫസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന കംഫർട്ട്. മിക്കവരും ഈ തുണി കിട്ടുമ്പോൾ എന്നോട് പറയാറുണ്ട്, മാഡം തുണി ഭയങ്കര സുഖം ഇടാനെന്ന്. ആ സുഖം വരുന്നത് അതിൻ്റെ പ്യുവർ കോട്ടണിനകത്ത് നാച്ചുറൽ ഡൈയിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമാണ്. പിന്നെ നമ്മുടെ ഒരു ട്രഡീഷണൽ പ്രിൻറ്റിങ് ടെക്നോളജി, ബ്ലോക്ക് പ്രിൻറ്റിനോടുള്ള നമ്മുടെ ഇഷ്ടം, നമുക്ക് പിന്നെ നമ്മുടെ ആർട്ടിസൻസിനെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പിന്തുണ, അങ്ങനെ ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ കിട്ടുന്ന അത്ര വ്യത്യസ്തമായ പ്രിൻറ്റ് നിങ്ങൾക്കൊരിക്കലും ഒരു ഡിജിറ്റൽ പ്രിൻറ്റിനെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റില്ല. അത് കുറച്ചും കൂടെ തിളങ്ങി നിൽക്കുമായിരിക്കാം. പലരും ഇത് കിട്ടിക്കഴിയുമ്പോൾ പറയും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ശരിക്കും ഡിജിറ്റൽ പ്രിൻ്റ് ആണ് തിളങ്ങി. കാരണം കെമിക്കൽ ഡൈയിങ് വരുമ്പം നിങ്ങൾ മനസ്സിലാക്കുക, കെമിക്കൽ ഡൈയിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കളേഴ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കും. നാച്ചുറൽ ഡൈയിങ്ങിൽ അങ്ങനെ കളേഴ്സ് എടുത്ത് നിൽക്കത്തില്ല. അതിനൊരു ഭംഗി കാണും, പക്ഷേ അതിന് ആ നാച്ചുറൽ ഭംഗി കാണും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അജ്രക്ക് എടുക്കാനായിട്ട്. അല്ലാതെ എല്ലാ അജ്രക്കല്ല. നമ്മൾ എല്ലാത്തിനെയും അജ്രക്കെന്ന് വിളിക്കുമ്പോൾ സത്യം പറയുവാണെങ്കിൽ അത്രയും കഷ്ടപ്പെടുന്ന ആർട്ടിസൻസിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു തെറ്റാണെന്ന് ഞാൻ പറയും. അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് 2-3 മാസം എടുത്തൊരു പടം വരയ്ക്കുക എന്ന് വെച്ചോ, അതെടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് ഒരാൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് കാണിച്ചിട്ട് പറയുവാണ് ഇതും അത് സെയിമാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കലാകാരൻ അതിനെ കാണുന്നത്? ഇതൊക്കെ ഒത്തിരി കപ്പാസിറ്റി വേണ്ട, ഒത്തിരി ആർട്ടിസൻസിൻ്റെ ഒത്തിരി മാസത്തെ വർക്ക് കൊണ്ടാണ് അജ്രക് മെറ്റീരിയൽ നമുക്ക് തന്നെ കൈകളിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ അജ്രക്കും ഓരോ ആർട്ടിസൻസിൻ്റെയും ഭയങ്കരമായ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അജ്രക്ക് എടുക്കാൻ. പെട്ടെന്ന് നമുക്ക് എന്നിട്ട് കുർത്തികൾ കണ്ടുപോകാം. ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഇന്ന് മുതൽ നമ്മുടെ കുർത്തികൾ എക്സ്ട്രാ സ്മോൾ തൊട്ട് 10XL വരെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഇത്രയും നാളും 2XL വരെ ഒരു പ്രൈസും 2XL മുകളിലേക്ക് പ്രൈസ് ഇൻക്രീസിങ്ങും ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഇൻഡിഗോ പ്രിൻസിൻ്റെ വീഡിയോ മുതൽ എക്സ്ട്രാ സ്മോൾ തൊട്ട് 4XL വരെ നമ്മുടെ കുർത്തിക്ക് സെയിം പ്രൈസാണ്. അതിനുശേഷമാണ് പ്രൈസിൻ്റെ ഇൻക്രീസ് വരുന്നത്. അപ്പോൾ ഈ കുർത്തി പെട്ടെന്ന് നമുക്ക് കാണാം. ഈ പ്രിൻറ്റിലേക്ക് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. അത്രയ്ക്ക് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റാണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക്. ഞാൻ ആ ബ്ലോക്ക് പ്രിൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോളൂ. ഇത് 3-4 പ്രാവശ്യം ബ്ലോക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. 4 കളർ ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും വാഷിങ്ങും കഴിഞ്ഞ ഒരു പ്രിൻറ്റിംഗ് ആണ്. ഈ ഒരു ഭംഗി ഒരിക്കലും ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് അജ്രക്ക്, ഇതാണ് പ്യുവർ അജ്രക്ക്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. ഇത് നാച്ചുറൽ ഡൈയിങ് ആണ്. ഹാഫ് കോളറിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്. നമ്മുടെ സാധാരണ പോലെ 46 ഇഞ്ച് ലെങ്ത്, 3/4 സ്ലീവ്, ചെറിയ പോട്ട്ലി ബട്ടൺ സെൽഫായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ ബ്ലാക്ക്, സെക്കൻഡ് കളർ യെല്ലോ. 100% നാച്ചുറൽ ഡൈയിങ് ആണ് ഈ കുർത്തി എന്ന് പറയാം. നിങ്ങളിത് കൈ കിട്ടുമ്പോൾ നന്നായിട്ടൊന്ന് മണത്ത് നോക്കിയാൽ മതി. ടെർമറിക്കിൻ്റെ നല്ല സ്മെല്ല് ഈ കുർത്തിക്കകത്തുണ്ട്. ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും, ഒരിക്കലും ഫെയ്ഡായി പോയില്ല. നമ്മൾ വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചാണ് കുർത്തി ഇവിടുന്ന് വിടുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഒരു പ്രശ്നവും കുർത്തിക്കില്ല. എടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ഒരു ഓപ്ഷനാണ്. നല്ല പ്രിൻ്റാണ്. ഒരിക്കലും കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രിൻ്റ് അല്ല ഇത്. 100% പ്യുവർ അജ്രക്കാണ്, നാച്ചുറൽ ഡൈയിങ് ആണ്, ബ്ലോക്ക് പ്രിൻ്റഡ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. അത്രയ്ക്കും നമ്മൾ അജ്രക് പൂരിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നതാണ്. തേർഡ് കളർ എന്ന് പറഞ്ഞാൽ റെഡ്. നമ്മളിത് മാഡർ റെഡ് എന്നാണ് നമ്മളിതിനെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇത് മെറൂണും അല്ല റെഡും അല്ല. നിങ്ങളിത് കറക്റ്റായിട്ട് കാണണം. ഒരു അജ്രക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഡൈയിങ്ങിൻ്റെ ആ കളറേ നമുക്ക് വരുള്ളൂ. അല്ലാതെ പ്യുവർ റെഡോ പ്യുവർ മെറൂണോ കടന്നു വരില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയിട്ടേ എടുക്കാവുള്ളൂ. 3 കളറാണ്. സ്ലിറ്റഡ് കുർത്തിയാണ്, ഹാഫ് കോളറാണ്. 3നും എല്ലാത്തിനും നമ്മൾ മിക്സായിട്ട് ബോട്ടവും ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. മെറൂണിന് നമ്മൾ ബ്ലാക്ക് ബോട്ടവും ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോയ്ക്ക് നമ്മൾ ഗ്രീൻ ബോട്ടവും ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിന് നമ്മൾ മെറൂൺ ബോട്ടവും ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും ദുപ്പട്ടയും ബോട്ടവും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഉള്ളവർക്കാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ അതേ പ്രിൻ്റ് തന്നെ എ ലൈനിലാണ്. എ ലൈൻ വിത്തൗട്ട് സ്ലിറ്റ് ആട്ടോ. എ ലൈൻ കുർത്തി വിത്ത് സ്ലിറ്റിലും വിത്തൗട്ട് സ്ലിറ്റിലും ഉണ്ട്. എ ലൈൻ വിത്തൗട്ട് സ്ലിറ്റിലാണ്. ചെറിയ പോട്ട്ലി ബട്ടൺ, റൗണ്ട് നെക്ക്, ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ്, 6 ഇഞ്ച് സ്ലിറ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രിൻറ്റിൻ്റെ ഭംഗി നിങ്ങൾ കണ്ട് അറിഞ്ഞെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു ഫോം ഓഫ് കുർത്തി, അതായത് ഈ പ്യുവർ അജ്രക്ക് നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുണ്ട്. ഇത് തരുന്ന ഈ ഒരു ക്ലൈമറ്റിൽ ഇത് തരുന്ന കംഫർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. ഫസ്റ്റ് കളർ, സെക്കൻഡ് കളർ ബ്ലാക്ക്.
മെറൂൺ കോൺട്രാസ്റ്റ് കളർ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും പോട്ട്ലി ബട്ടൺ ഉണ്ട്. എ ലൈൻ കുർത്തി, ഫ്ലെയേർഡ് കുർത്തി, സ്ലിറ്റ് ഇല്ലാത്ത ഫ്ലെയേർഡ് കുർത്തി. സെക്കൻഡ് കളർ. മൂന്നാമത്തെ കളർ യെല്ലോ. ബോട്ടിൽ ഗ്രീൻ കോൺട്രാസ്റ്റ് പോട്ട്ലി ബട്ടൺ. എ ലൈൻ കുർത്തിയുടെ നമ്മുടെ ലെങ്ത് 47 ഇഞ്ചാണ്. സ്ലിറ്റഡ് കുർത്തിയുടെ നമ്മുടെ ലെങ്ത് 46 ഇഞ്ചാണ്. അപ്പോൾ ഈ പ്രിൻറ്റിനകത്ത് ഈ 2 പാറ്റേണേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. നെക്സ്റ്റ് പ്രിൻറ്റ്, ഫസ്റ്റ് വൺ ഈ യെല്ലോ കളറ്. സിമ്പിൾ കുർത്തി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്ന ഈ പ്രിൻ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്യുവർ ഫോം ഓഫ് അജ്രക്കിൻ്റെ ഭംഗി നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഭംഗിയാണിത്. ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ കുർത്തി, റൗണ്ട് വന്നിട്ട് ചെറിയ സ്ലിറ്റാണ് ഇട്ടിരിക്കുന്ന. നെക്ക് പോലെ തന്നെ റൗണ്ട് വന്നിട്ട് ചെറിയ വെട്ടാണ്. സ്ലിറ്റഡ് കുർത്തി. ഫസ്റ്റ് കളറ്. സെക്കൻഡ് കളറ് ബ്ലാക്ക്. സിമ്പിൾ കുർത്തി. എൻ്റെ ഡിസൈൻ്റെ ഭംഗിയാണ് ഈ കുർത്തിയുടെ ഭംഗിയെന്ന് ഞാൻ പറയും. 100% ഈ ഡിസൈന് നിങ്ങൾക്ക് ഞാൻ പറയും ഒട്ടും ഒരിടത്തും അന്വേഷിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള അത്രയ്ക്കും റെയർ ആയിട്ടുള്ള ഡിസൈനാണ് അജ്രക്കിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന. റെയർ ഡിസൈനാണ്. 100% പ്യുവർ അജ്രക് കുർത്തി. തേർഡ് വൺ റെഡ്, മാഡർ റെഡ് എന്ന് പറയുന്ന ആ ഒരു കളർ, ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളറാണ്. അജ്രക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനകത്തൊരു തിളക്കം പ്രതീക്ഷിക്കരുത്. പ്യുവർ കോട്ടൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഈ കുർത്തിയിലെല്ലാം വരുന്നത്. അത്രയ്ക്ക് കംഫർട്ടാണ് ഈ കുർത്തി. എടുത്തവർക്കറിയാം, എനിക്കറിയാം. ഞങ്ങളുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റാണ് അജ്രക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് മൂന്നാമത്തെ കുർത്തി. എല്ലാത്തിനും കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടവും ദുപ്പട്ടയും നമ്മൾ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമ്മൾ ബോട്ടവും ദുപ്പട്ടയും കോൺട്രാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഷോർട്ട് ടോപ്പാണ്. ഫസ്റ്റ് വൺ. അപ്പോൾ ഈ ഒരു എല്ലാ സ്ലിറ്റഡ് കുർത്തിയുടെയും എ ലൈൻ കുർത്തിയുടെയും പ്രൈസ് എന്ന് പറയുന്നത് 1590, 1590 അടുത്തത് ഫസ്റ്റ് വൺ ഷോർട്ട് ടോപ്പാണ്. വീനെക്കാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ വീനെക്ക്, ഒതുങ്ങിയ വീനെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് നെക്ക് തോന്നുവാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ല ഡീപ്പ് വേണ്ടോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹുക്കും കൊടുത്ത് ഇങ്ങനെ ഇടാം. ഡീപ്പ് വേണ്ടാത്തവർക്ക് ഇതിങ്ങനെ അഴിച്ചിടുവാണെങ്കിൽ അത്രയും ഡെപ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൻ്റെ ലെങ്ത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു 2 ഇഞ്ച് കുറവ് തോന്നിയിരുന്നു. അതാണ് 28 ഇഞ്ച്, 28 ഇഞ്ച് ലെങ്താണ് നമ്മൾ ഷോർട്ട് ടോപ്പിന് കൊടുക്കുന്നത്. അതിന് കോൺട്രാസ്റ്റ് ബോട്ടവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബോട്ടം ഭയങ്കര കംഫർട്ടാണെന്ന് കസ്റ്റമർ പറയുന്നുണ്ട്. ഫുൾ എലാസ്റ്റിക്കും സ്ട്രിങ്ങും കൂടെ കൂടിയ ബോട്ടമാണ്. 2 പോക്കറ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇറക്കുന്ന പോലെ തന്നെയുള്ള ബോട്ടം, കോൺട്രാസ്റ്റ് ബോട്ടം. സെക്കൻഡ് വൺ ടോൺ ടു ടോൺ ബോട്ടമാണ് കേട്ടോ. സെക്കൻഡ് വൺ റെഡ് കളർ, വീനെക്ക്. സിമ്പിൾ വീനെക്കാണ്, പക്ഷെ നല്ല കംഫർട്ടാണ്. ഷോർട്ട് ടോപ്പിനിടാൻ നല്ല കംഫർട്ടാണ്. ചെറിയ സ്ലിറ്റ് 2 സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു 4 ഇഞ്ച് സ്ലിറ്റ് നമ്മൾ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിന് ബോട്ടം വന്നിരിക്കുന്ന ടോൺ ടു ടോൺ ബോട്ടമാണ്. ഇതുപോലെ തന്നെ ബോട്ടം വേണ്ടവർക്ക് ബോട്ടം എടുത്താൽ മതി, ടോപ്പ് വേണ്ടവർക്ക് ടോപ്പ് എടുക്കാം. അങ്ങനെ നമുക്ക് കോട്ട് സെറ്റ് ആയിട്ടല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത്തെ കളർ യെല്ലോ ഷെയ്ഡ്. സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നെക്കയിലും അതുപോലെയുള്ള റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം വരുന്നത് ടോൺ ടു ടോൺ ബോട്ടമാണ്. എല്ലാത്തിനും നമ്മളിട്ട് ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. വേറെ ബോട്ടങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിൽ കിടപ്പണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടം സെലക്ട് ചെയ്യാം. ഇതും ഫുൾ എലാസ്റ്റിക് ആയിട്ടുള്ള 2 പോക്കറ്റ്സ് ഉള്ള ഭയങ്കര കംഫർട്ടുള്ള ബോട്ടമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഷോർട്ട് ടോപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 990 ആണ്. ബോട്ടത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ബോട്ടത്തിൻ്റെ പ്രൈസ്, കോട്ടൺ ബോട്ടത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 790 ആണ്. അപ്പോൾ ഇന്നത്തെ അജ്രക് കുർത്തി ഞാൻ വീണ്ടും പറയണം, നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന 100% ബ്ലോക്ക് പ്രിൻറ്റഡ്
നാച്ചുറൽ ഡൈഡ് അജ്രക് കുർത്തി. അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അജ്രക് എന്ന് പറഞ്ഞാൽ 100% ബ്ലോക്ക് പ്രിൻ്റഡ് ആയിരിക്കണം, അത് 100% നാച്ചുറൽ ഡൈയിങ് ആയിരിക്കണം, അത് 100% പ്യുവർ ഫോം ഓഫ് മെറ്റീരിയലിലായിരിക്കണം. ഇത് മൂന്നും അജ്രക്കിൻ്റെ ക്വാളിറ്റീസിൻ്റെ ഫസ്റ്റ് 4 ക്വാളിറ്റീസാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരു മെറ്റീരിയലിനെ നിങ്ങൾക്ക് അജ്രക് എന്ന് വിളിക്കാൻ പറ്റില്ല.